ദിവസം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഏറെ വിലപ്പെട്ടതാണ്. വിദ്യാഭ്യാസം, ജോലി, ദിനചര്യകൾ, ലക്ഷ്യങ്ങൾ എല്ലാം ദിവസചക്രത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദിവസം ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമായി മാറുന്നു. സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി ഒരു തവണ സ്വയം ഭ്രമണം ചെയ്യുന്ന കാലയളവാണ് ഒരു ദിവസം എന്നു നമുക്കറിയാം. 7 ദിവസങ്ങൾ കൂടുന്നതാണ് ഒരാഴ്ച. ആഴ്ചയിലുള്ള 7 ദിവസങ്ങളെ നമ്മൾ വിളിക്കുന്നത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നാണ്. മലയാളത്തിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെയും. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും പ്രാദേശികമായും ഒക്കെ ആഴ്ചയിലെ പേരുകൾക്ക് മാറ്റമുണ്ട്. ലോകത്തെല്ലായിടത്തുമുള്ള ഈ പേരുകളിൽ ഭൂരിപക്ഷത്തിനും ഒരു പൊതു സ്വഭാവമുണ്ട്. അവ ഗ്രഹങ്ങളുടെ പേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദിവസങ്ങളുടെ പേരുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ മികച്ച വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുരാതന കാലത്ത് മനുഷ്യന് നേരിട്ട് കണ്ണാൽ കാണാൻ കഴിഞ്ഞ ഗ്രഹങ്ങളായിരുന്നു സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി. പല പുരാതന സംസ്കാരങ്ങളിലും ഈ ഗ്രഹങ്ങളെ ദേവന്മാരായും ദേവന്മാരുടെ ശക്തിയായും കണ്ട് ആരാധിച്ചിരുന്നു. സൂര്യനെ എനർജിയുടെയും ലീഡർഷിപ്പിന്റെയും ഹെൽത്തിന്റെയും ദേവനായാണ് ആരാധിച്ചത്. ചന്ദ്രനെ ഇമോഷൻസിന്റെയും മൈൻഡിന്റെയും മൂഡിന്റെയും ദേവനായി ആരാധിച്ചു. ചൊവ്വ കറേജിന്റെയും വാറിന്റെയും ഡിസിപ്ലിന്റെയും ദേവനായിരുന്നു. കമ്മ്യൂണിക്കേഷന്റെയും ബിസിനസിന്റെയും ലേണിംഗിന്റെയും ദേവനായിരുന്നു ബുധൻ. നോളജ്, എക്സ്പാൻഷൻ, സ്പിരിച്വാലിറ്റി ഇവയ്ക്കായിരുന്നു വ്യാഴത്തെ പൂജിച്ചിരുന്നത്. ലവ്, ബ്യൂട്ടി ആൻഡ് ഹാർമണി ശുക്രദേവതയെ പൂജിച്ചിരുന്നത് ഇവയ്ക്കായിരുന്നു. കർമ്മ, ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക് ഇവയുടെ ദേവനായി ശനി. ദിവസങ്ങൾക്ക് ഇത്തരത്തിൽ ഗ്രഹനാമങ്ങളുമായി ചേർത്ത് പേര് നൽകിയത് ബാബിലോണിയൻ ജനതയാണ്. ഈ ആശയം പിന്നീട് ഗ്രീക്ക്, റോമൻ, യൂറോപ്പ് വഴി വ്യാപിച്ചു. ഇന്ത്യയിൽ രവിവാര മുതൽ ശനിവാര വരെയുള്ള സംസ്കൃത നാമങ്ങൾ ഉപയോഗിച്ചു. ഇതിന്റെ പ്രാദേശിക രൂപങ്ങളായി ഹിന്ദിയിൽ രവിവാർ മുതൽ ശനിവാർ വരെയും മലയാളത്തിൽ തിങ്കൾ മുതൽ ശനി വരെയുമുള്ള പേരുകൾ പ്രചാരത്തിൽ വന്നു. ഇതുപോലെ ഭാഷാ അടിസ്ഥാനത്തിൽ പേരുകൾക്ക് പ്രാദേശിക രൂപം കൈവന്നു. ദിവസങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള പേരുകൾ വന്നതെങ്ങനെയെന്ന് നോക്കാം. ബാബിലോണിയൻ ജനത ഗ്രഹങ്ങളുടെ പേരിന്റെ അടിസ്ഥാനത്തിലാണ് ദിവസങ്ങൾക്ക് പേര് നൽകിയത്. ഇതേ ആശയം ഗ്രീക്ക് പിന്തുടർന്നു. റോമൻ ജനതയും ഇതുതന്നെ പിന്തുടർന്നു. അവരും അവരവരുടെ ഭാഷയിലുള്ള ഗ്രഹങ്ങളുടെ പേരുകളാണ് ദിവസങ്ങൾക്ക് നൽകിയത്. റോമൻ ദിവസങ്ങൾ ഡയസ് സോളിസ്, ഡയസ് ലുനെ, ഡയസ് മാർട്ടിസ്, ഡയസ് മെർക്കുറി, ഡയസ് ലവിസ്, ഡയസ് വെനറിസ്, ഡയസ് സാറ്റർണി. പക്ഷെ ജർമാനിക് അഥവാ നോസ് സംസ്കാരം ഉൾക്കൊള്ളുന്ന ജനത റോമൻസിന്റെ ആശയം ഉൾക്കൊണ്ടു. എന്നാൽ നൽകിയ പേര് പൂർണ്ണമായും ഗ്രഹങ്ങളുടേതായിരുന്നില്ല. നോസ് ജനത റോമൻ ഗോഡ്സിനെ അതേ സങ്കല്പത്തിലുള്ള സ്വന്തം ദേവന്മാരുമായി ട്രാൻസ്ലേറ്റ് ചെയ്തു. മാഴ്സിനു പകരം ട്യൂ, മെർക്കുറിക്ക് പകരം വോഡൻ, ജൂപ്പിറ്ററിന് പകരമായി തോർ, വീനസിനു പകരമായി ഫ്രേയ. ഈ നോസ് ഗോഡ്സിന്റെ പേരുമായി ബന്ധപ്പെട്ട് നോസ് ജനത ദിവസങ്ങൾക്ക് പേര് നൽകി. സണാൻഡേ, മൊനാൻഡേ, ട്യൂവേഴ്സ്ഡേ, വഡ്നസ്ഡേ, ടാൻട്രസ്ഡേ, ഫ്രിഗ്ഡേ, സാറ്റർനസ്ഡേ. നോസ് ജനത ഉപയോഗിച്ച പേരുകൾ പരിഷ്കരിച്ചാണ് ഇന്ന് നാം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പേരുകൾ വന്നത്. ദിവസങ്ങളുടെ പേരുകളെ സംബന്ധിച്ച ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.